ഞാൻ മനസ്സിലാക്കുന്നത് മലപ്പുറത്തെക്കുറിച്ച് ഇതുപോലത്തെ എല്ലാ കഥകൾ ആളുകൾ പറയുന്നത് കൊണ്ടായിരിക്കാം പടച്ചോന് മലപ്പുറത്തുകാർക്ക് ഇങ്ങനത്തെ ഒരു മനസ്സ് കൊടുത്തിട്ടുണ്ടാകുക. ഹിന്ദു വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുടെ കാണിക്കയായി മാറുന്നത് മുസ്ലിം സുഹൃത്തുക്കൾ കൃഷി ചെയ്ത താമരമുട്ടുകളാണ്. പറപ്പൂകുളം, പല്ലാറ്, അവിടെയൊക്കെ കുറേ താമരക്കായലുകളുണ്ട്. അതായത് താമരകൾ കൃഷി ചെയ്യുന്ന കുറേ സ്ഥലമുണ്ട്. 100-300ഓളം മുസ്ലിം കുടുംബങ്ങളാണ് അവിടെ താമരകൾ കൃഷി ചെയ്യുന്നത്. അതിനൊരു ചരിത്രമുണ്ട്. അതായത് ഈ കായലിന് തൊട്ടപ്പുറത്തുള്ള ഇല്ലത്തിലേക്ക് നമ്മുടെ ഒരു യൂസുഫ് എന്ന് പറയുന്ന, അതുപോലെ മുഹമ്മദ് എന്ന് പറഞ്ഞ 2 മുസ്ലിം സുഹൃത്തുക്കൾ അവിടുത്തെ തിരുമേനിയെ കാണാൻ പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ്. പോവാൻ നേരത്ത് അവിടുത്തെ ചെറിയ ഒരു കുളത്തിൽ ഒരു താമര കണ്ടു. അപ്പോൾ ഇല്ലത്തെ നമ്പൂരിയോട്, തിരുമേനിയോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു മുട്ട് തരുമോ തിരുമേനി എന്ന് ചോദിച്ചു. അപ്പോൾ തിരുമേനി കൊടുത്തിട്ട് തമാശയായിട്ട് പറഞ്ഞു, ഉണ്ടാവുമ്പോൾ നവാമുകുന്ദനൊരു മുട്ട് തരണട്ടോ എന്ന് പറഞ്ഞു. വെറുതെ തമാശയായിട്ട് പറഞ്ഞതാ. അത് തരാതിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ആ മുട്ടയിട്ട് ഇവർ കായൽ കടന്ന് തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ഇവർ ആ ചേറിൽ ഇത് നട്ടു. അന്ന് തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ അവിടെ താമര കൃഷി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃഷി ഉണ്ടായപ്പോൾ ആദ്യമായിട്ട് കൊടുത്തത് നവാമുകുന്ദനാണ്. പിന്നെ തിരുനാവായ ക്ഷേത്രത്തിലേക്ക് കൊടുത്തു. കൂടുതൽ കൃഷി വന്നപ്പോൾ അവർ മലപ്പുറം ജില്ലയിലുള്ള മറ്റു ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കാൻ തുടങ്ങി. ഗുരുവായൂർ, മമ്മിയൂർ, ശബരിമല. അതേപോലെ തന്നെയാണ് ഇവിടെ പുലാമന്തോളിൽ ഒരു ആലിക്കൽ അംസാജി ഉണ്ട്. ക്ഷേത്രങ്ങളിൽ ഇല്ലന്നിറ എന്ന് പറഞ്ഞൊരു കർക്കിടക വാവിനോടനുബന്ധിച്ച് ഒരു വലിയ ചടങ്ങുണ്ട്. അതിന് പുന്നെല്ലിൻ്റെ കതിരേ പറ്റുള്ളൂ. ഇല്ലന്നിറക്ക് പറയുന്ന നെൽക്കതിരുകൾ കൊടുക്കുന്നത് അംസഹാജിയാണ്. ഗുരുവായൂരിൽ കണിവെള്ളരി വേണം കാണിക്ക വെക്കാൻ. അപ്പം അത് നമ്മൾ സാധാരണ വെള്ളരി പറ്റൂല. കണിവെള്ളരി ഇതിനായിട്ട് കൃഷി ചെയ്തുണ്ടാക്കണം. ഈ പൂളപ്പെട്ട് സിദ്ദീഖാണ് വർഷങ്ങളായിട്ട് ഗുരുവായൂരിലേക്കുള്ള ഈ കണിവെള്ളരി കൊടുക്കുന്നത്.